ലൂസിഫർ അവസാനിച്ചിടത്തു നിന്നല്ല എമ്പുരാന്റെ വരവ്. കഥ തുടങ്ങുന്നത് ഉത്തരേന്ത്യയിൽ നിന്നാണ്. കൃത്യമായി പറഞ്ഞാൽ ഗുജറാത്തിലെ ഗോത്ര കലാപത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളുള്ള ഫ്രെയിമുകളിലൂടെ. കലാപത്തിന്റെ തീച്ചൂളയിൽ നിന്ന് ജീവന്റെ തുരുത്ത് തേടി യാത്ര ചെയ്യുന്നവർ. രാത്രിയിൽ അവർക്കൊരു സുരക്ഷിത താവളം ഒരുങ്ങുന്നു. എന്നാൽ അവിടെ അവരെ കാത്തിരിക്കുന്നത് മറ്റു ചില ദുരന്തങ്ങളായിരുന്നു. ആ ദുരന്ത കാഴ്ചകളിൽ നിന്ന് നമ്മൾ നെടുമ്പള്ളിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. കേരളത്തിലേക്ക്. അവിടെയെല്ലാം മാറിമറിഞ്ഞിരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ സാന്നിധ്യമില്ലാത്ത കേരളം. പാർട്ടിയെയും കേരളത്തെയും ജിതിൻ രാംദാസിനെ ഏൽപ്പിച്ച് സ്റ്റീഫൻ പോയിട്ട് 5 വർഷമായിരിക്കുന്നു. അപ്പോഴും പക്ഷേ ഗോവർദ്ധൻ തിരക്കിലാണ്. അയാൾ ഇപ്പോഴും ലൂസിഫറെ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണത്? അതിനുള്ള ഉത്തരമാണ് പ്രേക്ഷകന് എമ്പുരാൻ സമ്മാനിക്കുന്നത്. ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും കോടികളിറങ്ങുന്ന ചാർട്ടേഡ് വിമാനങ്ങളും പാറിപ്പറക്കുകയാണ് ചിത്രത്തിലാകെ. വെടിയൊച്ചകളും സ്ഫോടനങ്ങളുമാണ് എങ്ങും. എമ്പുരാന്റെ ആദ്യ പകുതിയെ വ്യത്യസ്തമാക്കുന്നതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ ബ്രഹ്മാണ്ഡ കാഴ്ചകളാണ്. ഇത്രയേറെ ലൊക്കേഷനുകളിൽ ഷൂട്ട് ചെയ്ത ഒരു മലയാള ചിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഓരെ പരുന്ന വിധം ഫ്രെയിമുകൾ ഒരുക്കിയിരിക്കുന്നു സുജിത് വാസുദേവ്. ഛായാഗ്രഹൻ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന നിമിഷങ്ങളാണ് ചിത്രത്തിലാകെ. വികാരനിർഭരമായ രംഗങ്ങളിലെ ക്ലോസപ്പ് സൂക്ഷ്മത മുതൽ യുദ്ധരംഗങ്ങളിലെ വിശാലത വരെ സാധ്യമാക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. തനതു കാഴ്ചകൾക്കൊപ്പം ഡി CGI കൂടി ചേരുമ്പോൾ എമ്പുരാൻ ഒരു വിസ്മയമായി മാറുന്നു. മുരളിഗോപി അവസാനമായി തിരക്കഥ എഴുതിയത് തീർപ്പ് എന്ന ചിത്രത്തിനായിരുന്നു. 2022-ൽ 2017-ൽ ടിയാൻ, 2013-ൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഈ സിനിമകളെയെല്ലാം പിന്തുടരുന്നവർക്ക് ഒരു കാര്യം വ്യക്തമാണ്. അത് മുരളിഗോപിയുടെ രാഷ്ട്രീയ എഴുത്തിനെ പറ്റിയുള്ളതാണ്. സമകാലിക കേരള രാഷ്ട്രീയത്തെ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തെ ഇത്രമേൽ വൃത്തിയോടെ സിനിമയിലേക്ക് സന്നിവേശിപ്പിച്ച തിരക്കഥാകൃത്തുക്കൾ അപൂർവമായിരിക്കും. ഇനി പൃഥ്വിരാജിലേക്ക് വന്നു നോക്കുമ്പോൾ ലൂസിഫറിൽ ജിതിൻ രാംദാസ് നടത്തിയ ആ പ്രസംഗം ഓർമ്മ വരുന്നു. അതിനോട് ചേർന്ന് നിന്ന് ഇങ്ങനെ പറയാൻ തോന്നും എമ്പുരാൻ കണ്ടുകഴിഞ്ഞാൽ. മുണ്ടുടുത്ത മോഹൻലാലിന്റെ ഗരിമ ഉപയോഗപ്പെടുത്താൻ അറിയാതെ, ആ മഹാനടന്റെ കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്താനാകാതെ പൃഥ്വിരാജ് എന്ന സംവിധായകൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇതുപോലൊരു സിനിമയുമായി വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോളോട് തോൾ ചേർന്നാണ് ചിത്രത്തിൽ മോഹൻലാലും പൃഥ്വിരാജും എത്തുന്നത്. എല്ലാ ഫ്രെയിമിലും വെറുതെ തള്ളി കയറ്റി നിർത്താതെ ഓരോ കഥാപാത്രത്തിനും അവരുടെ സ്പേസ് നൽകിയിരിക്കുന്നു. അത് IB ഉദ്യോഗസ്ഥന് നേരെ തോക്ക് ചൂണ്ടാനെത്തുന്നു. ഏതാനും നിമിഷം മാത്രം ഫ്രെയിമിലുള്ള ചെറുപ്പക്കാരനാണെങ്കിലും മോഹൻലാലാണെങ്കിലും അങ്ങനെ തന്നെ. ആക്ഷൻ, ത്രിൽ എന്നീ വാക്കുകൾ ഒപ്പം കൂട്ടിച്ചേർക്കാതെ എന്ത് എമ്പുരാൻ. ചിത്രത്തിന്റെ ഏറ്റവും മികച്ച മികവും ഈ സ്റ്റണ്ട് കൊറിയോഗ്രഫിയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ അത് പ്രേക്ഷകന് വിരുന്നായി എത്തുന്നുണ്ട്. ഇറാഖിൽ അതൊരു തരത്തിലാണെന്നുണ്ടെങ്കിൽ നെടുമ്പള്ളിയിലെ കാട്ടിലെ രാത്രിയിൽ അത് മറ്റൊരു ക്യാൻവാസിലാണ്. ഓരോ ഫ്രെയിമിലും L എന്ന അക്ഷരത്തെ സന്നിവേശിപ്പിച്ചുകൊണ്ട് ആണ് സ്റ്റണ്ട് സിൽവയുടെ ഓരോ ആക്ഷൻ രംഗവും അവസാനിക്കുന്നത്. L അഥവാ ലൂസിഫർ. മോഹൻലാലിലൂടെ ആ ലൂസിഫറിന്റെ അബ്രാം ഖുറേഷി സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനാകും. അതെങ്ങനെയെന്നല്ലേ? ചിത്രത്തിന്റെ ഒരു കഥാപാത്രം പറയുന്ന പോലെ രോമാഞ്ചം അണ്ണാ രോമാഞ്ചം. മോഹൻലാൽ എന്ന നടന്റെ കണ്ണുകൾ പോലും കഥ പറയുന്നുണ്ട് ചിത്രത്തിൽ. സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ ആക്ഷൻ രംഗം എടുത്തു പറയേണ്ടി വരും. നിങ്ങളൊരു മോഹൻലാൽ ഫാൻ ആണെങ്കിൽ പോലും എമ്പുരാന്റെ സിനിമാറ്റിക് മൊമെന്റുകളിലെ ഏറ്റവും കോരിത്തെരിപ്പിക്കുന്ന നിമിഷങ്ങൾ ആ രംഗത്തിന് സമ്മാനിക്കാനാകും. സായിദ് മസൂദ് എന്ന കഥാപാത്രമായി പൃഥ്വിരാജ് പറന്നിറങ്ങുന്ന രംഗവും ആരും അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. 3 മണിക്കൂറോളമുണ്ട് ചിത്രം. അതിനാൽ തന്നെ ബോറടിപ്പിക്കാതെ പ്രേക്ഷകനെ പിടിച്ചു നിർത്താൻ സംവിധായകനും ഛായാഗ്രഹനുമൊപ്പം സംഗീത സംവിധായകനും എഡിറ്റർക്കുമെല്ലാം എക്സ്ട്രാ ജോലിയെടുത്തേ മതിയാകുകയുള്ളൂ. സംഗീത വിഭാഗത്തിൽ ദീപക് ദേവും എഡിറ്റർ അഖിലേഷ് മോഹനും ചിത്രത്തിന്റെ കഥാഗതികൾക്കൊപ്പം സഞ്ചരിച്ചാണ് തങ്ങളുടെ ജോലികൾ നിർവഹിച്ചത്. ദീപക് ദേവിന്റെ പശ്ചാത്തല സംഗീതം ചില നേരങ്ങളിൽ മറ്റൊരു തരത്തിലേക്ക് ഉയരുന്നുണ്ട്. ബാബ ബജ്രംഗി എന്ന കഥാപാത്രം കേരളത്തിലേക്ക് എത്തുന്ന ഹെലികോപ്റ്റർ രംഗങ്ങളിൽ പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ ബ്രോഡാഡിയിലെയും അഖിലേഷ് മോഹന്റെ ടീം മികവ് കണ്ടതാണ്. എന്നാൽ അതിനേക്കാളെല്ലാം പല മടങ്ങ് അധ്വാനമാണ് എമ്പുരാനിൽ. അത്രയേറെയാണ് ലൊക്കേഷനുകൾ, അത്രയേറെയാണ് സീനുകൾ, അതിലേറെയാണ് ഷോട്ടുകൾ. ഏറെ വിയർപ്പൊഴുക്കിയാണ് ചിത്രം മികവിന്റെ തീരത്തേക്ക് എത്തിച്ചതെന്ന് ഉറപ്പ്. മോഹൻദാസിന്റെ കലാസംവിധാനവും എടുത്തു പറയണം. ചില രംഗങ്ങളിൽ ഹെലികോപ്റ്റർ ഉൾപ്പെടെ പലതും ഉണ്ടാക്കിയെടുത്തത് തന്നെ. ലഹരിക്കെതിരെയാണ് ലൂസിഫറിന്റെ പ്രവർത്തനങ്ങളെങ്കിലും നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന ക്യാച്ച് ഫ്രേസിൽ പിടിച്ചാണ്
ചിത്രം ഒരുക്കിയതെങ്കിലും എമ്പുരാനിൽ സ്ക്രീൻ സ്പേസ് അധികം രാഷ്ട്രീയത്തിനു വേണ്ടിയാണ് നീക്കിവെച്ചത്. ഒരു കാര്യം ഉറപ്പ്, മലയാളത്തിലെ ആക്ഷൻ ത്രില്ലർ സിനിമകൾ എമ്പുരാന് മുമ്പും ശേഷവും എന്നായിരിക്കും ഇനി അടയാളപ്പെടുത്തുക. അത് ബഡ്ജറ്റിന്റെ കാര്യത്തിലാണെങ്കിലും അഭിനയ ആക്ഷൻ മികവിന്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും കൂടി. ലൂസിഫറിന്റെ 3-ാം ഭാഗവും വരുന്നുണ്ട്. അതിൽ സർപ്രൈസുകളിലേക്കുള്ള ചൂണ്ടുപലകയാണ് എമ്പുരാൻ എന്ന് വിലയിരുത്തപ്പെടുന്നു.